പുഴിഞ്ഞുണക്കാൻ വേണ്ടി ഇത് ടേസ്റ്റ് വേറെ. ആ അരി അത് ഒറിജിനലായിട്ടാണത്. ഇപ്പം അത് കിട്ടാറില്ല. അമ്മയ്ക്ക് പുഴിഞ്ഞു കൊടുക്കാൻ നേരില്ല. മരുന്ന് അങ്ങനെ നമുക്ക് അടിക്കേണ്ട മരുന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവിനെടുക്കുന്ന മരുന്ന് ഇതുണ്ടല്ലോ, മരുന്നടിക്കും ഇല്ലയെന്ന് പറഞ്ഞില്ല. കേടിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അല്ലാതെ നെല്ലുണ്ടാവില്ല. അപ്പം മരുന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്യണം. അന്ന് നമുക്ക് നല്ലൊരു ഭക്ഷണം നല്ലൊരു ഇത് കഴിക്കണമെങ്കിൽ നമ്മുടെ ചെടിയിൽ നിന്ന് എടുക്കണം, നമ്മുടെ വിളവിൽ നിന്ന് എടുത്താൽ അതിന് ആ കഞ്ഞി കുടിക്കാൻ ഒരു ടേസ്റ്റ് വേറെ. അത് തലസം വെച്ചാൽ ആ കഞ്ഞി കുടിക്കുക, തലസം നമ്മൾ ഞാനങ്ങ് കുടിച്ചാൽ അത്ര അതിലാണ്. രാത്രി അരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മാറ്റിയേക്ക് നാളെ കാലത്തേക്ക് കുടിക്കണം. അത് ഒരു ടേസ്റ്റ് വേറെ. അത് മോര് വെച്ച് ഒരു പച്ചമുളക് ചീനമുളക് ഉണ്ടല്ലോ, മാത്രം മതി. ഉച്ചാവണ വരെ ഒരു ഭക്ഷണം വേണ്ട. ശരീരത്താണ് നല്ല എനർജി ഉണ്ടാവും, നല്ല എനർജി. ഇപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ഈ റേഷൻ കടയിൽ മട്ട തന്നെ വരുന്നത്. അച്ചൂട് വെള്ളത്തിൽ ഇത് കൈ വയ്ക്കുക, അരി വെളുത്തിട്ടിരിക്കുന്നത് അവരും തൊട്ട് ചെയ്യണമെന്നറിയാം. നമ്മൾ ഈ മറ്റേ പെയിന്റ് അടിക്കില്ലേ, മറ്റേ സാധനം, മറ്റേ ഇത് മറ്റേ ചുവപ്പ് മറ്റേ ഈ ഇത് മടിക്കുന്നത്, അതിൽ കയറ്റുക, തവറിലിടുക, കയറ്റുക, സാധനം ആ സാധനം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അരി എടുത്തപ്പോൾ കണ്ടല്ലോ അതിന്റെ തവിട് നല്ല കറക്റ്റ് ആയിട്ട് കണ്ടു. ഈ തവിടുള്ള അരികൾ നമുക്ക് കിട്ടുന്നില്ല ശരിക്കും. അതാണ് പറഞ്ഞത്. ഇത് മട്ടണ്, ഇത് നമ്മൾ പുഴുങ്ങണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മയും ഇവരും പുഴുങ്ങണുള്ളൂ. ഇതേപോലെ കിടക്കുക സാധനം. അരി വെളുപ്പിക്കില്ല, അത് കുട്ടിക്കാൻ നല്ലൊരു ടേസ്റ്റ്. അരിയുടെ മറ്റേ പൊട്ടരുത്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇങ്ങനത്തെ അരി നമുക്ക് കിട്ടത്തില്ല ശരിക്കും പറഞ്ഞു, കിട്ടത്തില്ല. റേഷൻ കടയിൽ നിന്ന് വരെ കിട്ടില്ല. മട്ടനാന്ന് പറഞ്ഞ് തരും. ഈ മട്ടനാന്ന് പറഞ്ഞ സാധനം കിട്ടാന്നറിയാം. ഇത് ഞാൻ കോടതിയിൽ കാരണം ഞാൻ പറയണത് തവിടിൽ കളർ കയറ്റണം, മറ്റേ സാധനം അടി കളർ കയറ്റും. എന്നിട്ട് പിന്നെ ഒരു അടികുണ്ടി അടിച്ചു കഴിഞ്ഞാണല്ലോ, പിന്നെ വെള്ളരി മട്ടയ്ക്ക് വരും. അത് ചുടുവെള്ളത്തിൽ നിന്ന് കഴുകിയൊക്കെ അത് വെളുത്തിട്ട് എടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ ഇപ്പോൾ ഞാൻ മട്ട മേടിക്കാറില്ല, ഞാൻ മട്ട മാത്രമേ മേടിക്കുള്ളൂ. നമ്മൾ റേഷൻ കടയിൽ മട്ട. അത് മട്ടല്ല ശരിക്കും പറഞ്ഞത്. നമുക്ക് അരി കിട്ടില്ല. അവിടുന്ന് മേടിച്ചില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞ പിന്നെ മേടിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടൂല. പിന്നെ കിട്ടില്ല. അതെ, അതിൽ നിന്ന് നമ്മള് ഇതിന്റെ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാ. ഞാൻ ഇപ്പോ ഒരു 5 ചാക്കോളം ഇപ്പോൾ ഇട്ടിക്കണ്. അതെന്തിനാന്നറിയാം, അത് വീട്ടിലേക്ക് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പൊടിക്കാനോ? പൊടിച്ചിട്ട് പൊടിച്ചിട്ട് അത് പത്തെല്ലാം കുത്തിക്കും. ഇല്ല, പുഴുങ്ങാതെ പൊടിക്കും. പുഴുങ്ങാതെ പൊടിക്കും. പുഴുങ്ങേണ്ട ആവശ്യമില്ല, അത്രയും നല്ലതാണ്. അതെ, നമ്മളിപ്പോ ഒരു പുട്ടുംപൊടി മറ്റേ പൊടി കടയിൽ നിന്ന് മേടിക്കുന്നത് നമ്മളുണ്ടാക്കുന്ന വ്യത്യാസം വേറെ ഉണ്ട്. അതിന്റെ ടേസ്റ്റ് വേറെ. ഇത് രാഗിന്റെ ഇതായിരിക്കും, ആ കളറും ആയിരിക്കും അല്ലേ? ജാതി ഇതായിരിക്കും. നമുക്ക് ഭക്ഷണം അത് കഴിക്കാനുള്ള കൊതി തീരില്ല. കുറച്ച് നെല്ല് വാങ്ങിച്ചു കൊടുത്ത് പോയേക്കാം. ചേട്ടന്റെ പേരെന്തായിരുന്നു? ചേട്ടന്റെ പേര്? എൻ്റെ പേര് ഷാജി. ഷാജി. എനിക്ക് കൃഷികളാണ് ഇവിടെ. അതെ. നിങ്ങളിത് പാട്ടത്തിന് എടുത്തതാണോ അതോ? ഞാൻ പാട്ടത്തിന് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പാട്ടത്തിന് എടുത്ത് പണിയുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെയുള്ളൂ. പാട്ടത്തിന് അവര് തന്നാൽ ഞാൻ എടുക്കും. അവര് പറഞ്ഞ പൈസ കൊടുക്കുക, കാര്യം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 5 ചാക്ക് എന്ന് പറഞ്ഞാൽ 10 പേരെ വെച്ചിട്ട്, അത് പലഹാരത്തിന് മാത്രം. അത് വീട്ടിലേക്ക് മാത്രം. അത് എൻ്റെ പെങ്ങന്മാരില്ല, അനിയത്തിമാർക്ക് കൊടുത്തേക്കും, മോൾക്ക് കൊടുത്തേക്കും. അതിൽ ഇവിടെ കുത്തിച്ചിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അന്നിപ്പം അവർ പിന്നെ അമ്മയോടെ തന്നെ ചേറും, സാധനങ്ങൾ ചെയ്യും. അമ്മനെ ഇത് അവർക്ക് കൊടുത്തേക്കും, ഇത് അവൾക്ക് കൊടുത്തോ, ഇത് മറ്റവൾക്ക് കൊടുത്തോ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അനിയത്തിയ നല്ല ഭക്ഷണം കഴിക്കാം. ഏറ്റവും സൂപ്പറാണ്. ആ നാളിപ്പോ താഴെ മറ്റേ 10 കിലോന്റെ രോമമാണ് പുട്ടുപൊടി പോലത്താണ്. എന്തൊട്ട് ടേസ്റ്റാണ് ഇത് കഴിച്ച ശീലായിട്ട്. അതെ അതിക്കടുത്ത് ഇതുപോലത്തെ സാധനം കഴിക്കണം. പിന്നെ അമ്മയ്ക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ നിർത്തി നെല്ലിടുന്നത്. ഇതെവിടെ ഇത് കൊയ്തിട്ട് എവിടെ കുത്തുന്നൊക്കെ ഇവിടെ ഫാക്ടറി കാര്യങ്ങളുണ്ട്? അത് ഫാക്ടറി ഇവിടെ ഒല്ലൂര്, പിന്നെ തൃശ്ശൂർ കഴിഞ്ഞാൽ ഫാക്ടറി മറ്റേ കാര്യങ്ങളാണ്. ഓരോ മില്ലേജ് എടുക്കണ്. പിന്നെ
കോട്ടയത്തുണ്ട്. ഇപ്പം കേരളത്തിൽ ഇപ്പം നമുക്ക് തൃശ്ശൂരൊക്കെ ഒരുവിധം നല്ല അരി കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ശരിക്കും? നല്ല അരി എവിടെ നിന്ന് കിട്ടാം? കാട്ടായിൽ നിന്ന് മേടിച്ചത് നല്ല അരി കിട്ടുന്നില്ല, കിട്ടൂല. ഒരു കിട്ടില്ല. അരിയാളന്നെ മില്ലുകൾ കൊടുക്കാറുണ്ട്, അരി കൊടുക്കാറുണ്ട് മില്ലുകൾ കുത്തിച്ച്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഇതില് നമുക്ക് നമ്മൾ അറിയണേരടച്ചെങ്കിൽ നമ്മൾ കൂട്ടുകാരന്മാർ നിൽക്കേണ്ട അറിയുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നല്ലത് കഴിക്കും. നമ്മുടെ കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അവർക്ക് നല്ല പറഞ്ഞു പൊന്നും വില കൊടുത്ത് വാങ്ങുന്നതല്ല. അല്ലല്ല അവര് അതൊരു ചാക്കരി ചാക്കന് എന്താ വില വരുന്നത്? അതവര് അവരെ റേറ്റ് അല്ല അതിപ്പോ അവര് കോപ്പി തിരിച്ചു കൊടുക്കുക. അവർക്ക് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിപ്പോൾ ഒരു ഉറുപ്പ്യ വെച്ചപ്പോൾ ഒരു ഉറുപ്പ്യ കൂടിയാൽ മതി. ഏത് ഒരു കിലോന് ഒരു 50 കിലോ ഉണ്ടോ 50 ഉറുപ്പ്യ കൊടുക്കും. നല്ല ലാഭം. എന്തേ അതെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? അതെ അതെ. ഞാൻ പറഞ്ഞത് ഒരു ഉറുപ്പ്യ കൂടുതലൊന്ന് 50 കിലോ മേടിക്കാൻ 50 ഉറുപ്പ്യ വരുന്നുള്ളൂ. കുഴപ്പമില്ല, നല്ല സാധനം കിട്ടുന്നു. ഒറിജിനൽ സാധനം ഒറിജിനൽ സാധനം കിട്ടണമെങ്കിൽ നമ്മളെ പോലെ കൂട്ടുകാരന്മാർ അവിടെ കമ്പനിയിൽ ഉണ്ടാവണം. എന്നാ മാത്രമേ എല്ലാ കാര്യം അങ്ങനെ കിട്ടില്ല. എനിക്കൊരു ചാക്ക് അരി വേണം. അതപ്പോൾ നീ പറയും എനിക്കെൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. തള്ളി പോരാ, ധൈര്യമായിട്ട് പോരാ. ഇത് ഇവിടെ ഇതൊന്നും ഫ്രഷ് സാധനമല്ല കഴിക്കുന്നത്. നമുക്ക് വരുന്നത് പുറത്തുനിന്നുള്ള മില്ലേർക്ക് മുതലാവില്ല. അപ്പോൾ അവർ ഈ റേഷൻ കടയിലേക്ക് കൊടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അവർ കലക്കും. ആ കലക്കി കഴിഞ്ഞാൽ മട്ടനായി. ഈ മട്ടൻ കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളം ചൂടാക്കിയ വെള്ളത്തിൽ കൈയിട്ട് ഇടാൻ പറ്റുള്ളൂ. ചിലത്തൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഈ ഒരു കവറിൽ സ്പെഷ്യലൈസ് അത് മാത്രമുള്ള സ്പെഷ്യൽ റേറ്റ് വ്യത്യാസമുണ്ട്. അത് നല്ല അരിയാ, നല്ല അരിയാ. അതെ, റേറ്റ് വ്യത്യാസം. മുളയരി അതേപോലെ തന്നെ മുളയരി അതൊക്കെ കൂടുതലായിരിക്കും അതിന്. അത് തവിട് കൂടുതലാണ്. അരി കാണുമ്പോൾ അറിയാം അങ്ങനത്തെ അരി ഉണ്ടല്ലോ ശരിക്കും. അത് തവിട് കൂടുതലൊന്നുമില്ല. വ്യത്യാസമാണ്. നല്ല അരി എന്ന് പറഞ്ഞത് നല്ല ബെസ്റ്റ് അരിയാണ് അത്. അത് ഞാൻ ഇവിടുന്ന് മേടിക്കാറുണ്ട്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ധൈര്യമായിട്ട് ഉപയോഗിക്കാം സാധനം. അതിൽ തവിട് കൊടുക്കും. അത് മറ്റേ മിഷനിൽ അടിക്കണ പോലല്ല. അതൊരു ഒറ്റ അടി അടിക്കുള്ളൂ, പിന്നെ അത് അടിക്കില്ല. ഇല്ല, അധികം വിഷം വരാത്ത സാധനം കിട്ടുന്ന ആ അരിമണിക്കില്ല. ഇപ്പൊ ഇല്ലേ അരിമണിയുമ്പോ അതേപോലെ ചുവപ്പുണ്ടാവും. അത് സാധനം പൊട്ടിലേക്ക് ആ കഞ്ഞിവെള്ളം ഒരു കട്ടി ഉണ്ടാവുമല്ലോ. ആദ്യം കട്ടിയായിരിക്കും. അതെ അതെ. എന്തൊരു പേര് പറയല്ലോ അതിനല്ലേ? ഈ തവിടേരി പോണത് എന്താ പറയാ? ഇപ്പൊ ആ കുത്തുന്നത് ബിസ്ക്കറ്റ് ആയിട്ടാ വരുന്നേട്ടാ. ഈ നല്ല റെഡി ഇപ്പൊ സാധനം പോയില്ലേ, ബിസ്ക്കറ്റ് ആയിട്ടായിരുന്നു. ആ സാധനം അടിച്ച് മറ്റേ ഇത് കയറ്റണ്. ആൻ പോയുള്ള തവിട് കൊണ്ട് പോയോന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് ഇപ്പൊ ഉണ്ടാക്കിയാരാന്ന്. ഓ തകിടുകൊണ്ട്. ആ തവിടുകൊണ്ട്. എന്നിട്ട് അതിൽ ഏത് തരം വെച്ചെങ്കിൽ ആ തരം കയറ്റുക. അതേപോലെ തന്നെ നമ്മുടെ ഗോതമ്പടിക്കില്ലേ, അതിന് ടൈറ്റ് കൂടും. ഗോതമ്പില്ല ഇതിന് സോഫ്റ്റ് ആയിട്ടിരിക്കും. അവര് ആ മിഷനിലിട്ടു ഒരു അടി അടിച്ചു. പിന്നെ അതിൻ്റെ മണത്തിലുള്ള ബിസ്ക്കറ്റിൻ്റെ മണത്തിലുള്ള സാധനം കയറ്റി പിന്നെ ബിസ്ക്കറ്റ് ആയിട്ട് വരിക. നമുക്ക് ഇരുന്ന് കഴിക്കാം. അവർ ഒറിജിനലായിട്ട് എടുത്ത് കാണിച്ചു തരും. നമുക്ക് ഇരുന്ന് കഴിക്കാം. അതുകൊണ്ട് അവർ ചെയ്യുന്നത്. പക്ഷെ നമുക്കത് തവടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് തൃശ്ശൂരുണ്ട് ഈ കമ്പനി. നേരിട്ട് പോയി കണ്ടു, നേരിട്ട് പോയിട്ട് മേടിച്ച് തിന്നു പോകുന്നവരാണ്. പക്ഷെ നമുക്ക് കടന്ന് മേടിക്കുന്ന പോലെ തന്നെ സെയിൽ ചെയ്തു നല്ല പാക്കറ്റ് ആക്കിയിട്ട്. എന്തായാലും ചേട്ടനെ പരിചയപ്പെടുന്ന സന്തോഷം. ഒരുപാട് ഓക്കെ ചേട്ടാ, സന്തോഷം ചേട്ടാ. സന്തോഷം. നമുക്കിത്